അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയ ദിവസമായി ബർത്ത്ഡേ. മോർണിംഗ് തന്നെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മക്കളുടെ സ്നേഹം കൊണ്ട്. എൻ്റെ ഡോട്ടർ തന്നെ ഗിഫ്റ്റ് തന്നു, സാൻവി. വലുതാണോ ചെറുതാണോ എന്നല്ല ഇമ്പോർട്ടൻ്റ് അല്ല, അതിൻ്റെ പിന്നാലെ സ്നേഹമൊന്നും എനിക്ക് ഒത്തിരി പ്രിഷ്യസ് ആണ്. അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരു 1 hour നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ എപ്പോഴും ദൈവത്തിനോട് ഒരു കാര്യം മാത്രമാണ് പ്രേ ചെയ്യുന്നത്. എല്ലാവരും ചെറിയ ചെറിയ കാര്യത്തിന് സന്തോഷമായി കഴിഞ്ഞാൽ എത്ര രസമാണല്ലേ ജീവിതം. ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടുപിടിച്ച് അതിൽ സന്തോഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. അത് ഞാൻ ജീവിതത്തിലും ഫോളോ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇതിന് ക്രിട്ടിസൈസ് ചെയ്യരുത്. ബിക്കോസ് എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം അല്ലേ, എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാറില്ല. അതിനകത്തൊന്നാണ് എനിക്ക് കാലിന് നെയിൽ പോളിഷ് ഇടുന്നത്. അതാണ് ഷിജുവാട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് എനിക്ക് ദൈവം തന്നൊരു ബ്ലെസ്സിങ്സ് പോലെയാണ്. അതിനുശേഷം ഒരു കോഫി ഡേറ്റ്, ജസ്റ്റ് ടു സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗെദർ. പാരൻസ് ആയാലും ഹസ്ബൻഡ് വൈഫ് ആയാലും ഒരു ടൈം ടുഗെദർ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണിയായപ്പോൾ അൻഷിക സ്കൂളിൽ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ പുതിയൊരു റെസ്റ്റോറൻറ്റ് ഫാം ഹൗസ് ഇളങ്കാൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. വെജായാലും നോൺ വെജായാലും രണ്ടാളും എൻജോയ് ചെയ്യുന്നതാണ്. ഫുഡ് ലവേഴ്സാണ് നമ്മൾ. വാരി വലിച്ച് കഴിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓരോ ഡിഫറെൻറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യലാണ് നമ്മളെ മെയിൻ ഹോബി. നമ്മൾ രണ്ടാളും ഏകദേശം സിമിലറാണ്. ഞാൻ പണ്ട് പറയാറുണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് തോന്നും കഴിഞ്ഞ ജന്മത്തിൽ. അതിനുശേഷം സാൻവിക്ക് വേണ്ട ഒരു പാർസലും വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മൾ സാൻവീനെയും കൂട്ടിയിട്ട് നമ്മൾ ഒരു ശിവക്കോട്ട ഇളങ്കയിലുള്ള മുത്തപ്പ ക്ഷേത്രം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം നമുക്ക് മലബാർക്കുള്ളൊരു കസ്റ്റമർ വഴിയാണ് അറിയപ്പെട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനില്ലേ, അവിടെ അടുത്ത് പോയ പോലെ ആയിരുന്നു ആ ഫീലിങ്സ്. അവിടെ പോയി നമ്മൾ വിളക്കൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു, നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ തിരിച്ച് മടങ്ങാൻ നോക്കുമ്പോൾ നല്ലൊരു മഴ കണ്ടപ്പോൾ നമ്മൾ അവിടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ ബാക്കിയുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഏകദേശം എന്തായാലും ഫുൾഫിൽ ആവുമെന്ന് വിചാരിക്കുകയാണ്. ട്യൂഷൻ എടുക്കുന്നതും വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നതും കൊണ്ട് എനിക്ക് മീറ്റിംഗ്സും മെസ്സേജും വളരെ അധികമാണ്. അതുകൊണ്ട് ഷിജുവാട്ടിന് എനിക്കൊരു ടാബ് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒന്നും ചോദിക്കാൻ ആവശ്യം മാറില്ല. ഞാൻ അധികവും ചോദിക്കാറുമില്ല, റെസ്പോൺസിബിൾ പാരൻസ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പോസിറ്റീവായിരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വരാറുമുണ്ട്. ഈ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി വഴി എനിക്ക് കുറേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഫാമിലിയോടൊപ്പം കേക്ക് കട്ടിങ് ചെയ്തു. ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഫിനിഷ് ചെയ്തു. ഇനിയും നമ്മളെ ഫാമിലിയിൽ വരുന്ന എല്ലാ സെലിബ്രേഷനും ഇതുപോലെ സന്തോഷവും ആഘോഷവും കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye. See you in the next vlog.